ഉറപ്പായും സ്വർഗത്തിൽ കടക്കുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഒരുപാട് സംഗതികൾ നബി തങ്ങൾ പറഞ്ഞു തന്നതുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തുകൊണ്ട് നമ്മ സ്വർഗാവകാശിയായിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെടൂല, അങ്ങനെ ഉറപ്പ് ലഭിക്കുന്ന ഒരു 3 സംഗതികൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയതാണ്. 2 കാര്യങ്ങൾ ചെയ്യേണ്ടതും 1 കാര്യം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ചില സ്വഹാബത്തിനെ പറ്റി മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയാൾ സ്വർഗത്തിലാണ് എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഭാഗ്യം കിട്ടിയത്? അവരുടെ ജീവിതത്തിലെ ചെറിയ എന്തെങ്കിലും ഒരു അമലിന്റെ പേരിലായിരിക്കും. അങ്ങനെ സ്വർഗം കിട്ടിയ ഒരു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചെറിയൊരു ചരിത്രം കേട്ടു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ നമുക്ക് ആകാൻ തൗഫീഖ് നൽകിയാലോ. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അൽ-അദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു നമ്മയൊക്കെ സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ ഏൽപ്പിച്ചവരില്ലേ, അല്ലാഹുവേ അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ. അല്ലാഹ് കമന്റുകൾ അയക്കുന്നത് കാണാറുണ്ട്, പലപ്പോഴും സമയക്കുറവ് കൊണ്ടാണ് റീപ്ലൈ തരാൻ വൈകുന്നത്. അല്ലാഹു എല്ലാവർക്കും ഖൈർ ചെയ്യുമാറാകട്ടെ, എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. കടം പറഞ്ഞവരുടെ എല്ലാവരുടെയും കടങ്ങളെ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. രോഗികൾക്ക് അല്ലാഹു ശമനം നൽകട്ടെ. വീടില്ലാത്തവർക്ക് അല്ലാഹു ഖൈറായ വീട് നൽകട്ടെ. മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ കമന്റ് വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ദുആരക്കാറുണ്ട്, മറ്റ് മജ്ലിസുകളിൽ ദുആരക്കാറുണ്ട്. അല്ലാഹു എല്ലാവരെയും കബൂലാക്കട്ടെ. നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. ദുആക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല, ഒരു 3 കാര്യം പറഞ്ഞുതരാം. ഈ 3 കാര്യം നമ്മെ സ്വർഗത്തിൽ എത്തിക്കുമെന്നത് ഉറപ്പാണ്. സ്വഹാബത്തിനെ സംബന്ധിച്ച് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇന്ന സ്വഹാബി സ്വർഗത്തിലാണ്, അബൂബക്കർ തങ്ങൾ സ്വർഗത്തിലാണ്, ഉമർ തങ്ങൾ സ്വർഗത്തിലാണ്, ഉസ്മാൻ തങ്ങൾ സ്വർഗത്തിലാണ്. അപ്പൊ അവരുടെ ജീവിതത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മുത്തുനബി തങ്ങൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറയാൻ പോകുന്ന സംഗതികൾ ഉണ്ട് എങ്കിൽ നമ്മെ പറ്റിയും സ്വർഗാവകാശിയാണ് എന്ന് നമുക്ക് തന്നെ ഉറപ്പിക്കാം. നമുക്ക് തന്നെ നമ്മെ പറ്റിയിട്ട് മുത്തുനബി തങ്ങൾ തന്ന കാര്യമാണല്ലോ ഞാൻ ചെയ്യണത്, അതുകൊണ്ട് എന്നെ സ്വർഗാവകാശിയാണ് എന്ന് സ്വർഗാവകാശിയായി അള്ളാഹു പരിഗണിക്കും. ആ ഒരു നല്ല നീയത്തോട് കൂടിയിട്ട് നമുക്ക് യാത്ര പറയാൻ പറ്റും. ഏതൊക്കെയാണ് എന്ന് പറയട്ടെ. ഒന്നാമത്തെ കാര്യം നമുക്കൊക്കെ അറിയുന്നൊരു വിഷയമാണ്. നമുക്കൊക്കെ ആയത്തുൽ കുർസി ഓതാൻ അറിയില്ലേ? ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും. അത് ഉള്ളല്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എത്ര പവറുള്ള സാധനം എന്നറിയോ? ഇതാരെങ്കിലും പാരായണം ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പോകുന്നു മാത്രമല്ല, സ്വർഗത്തിൽ എവിടെയാണ് അയാളുടെ സ്ഥാനം എന്ന് കണ്ടിട്ട് അയാൾ മരണപ്പെടുകയുള്ളൂ. എപ്പോഴും ഓതേണ്ടത്? എപ്പോഴും ഓതിയാൽ മതിയോ? ആയത്തുൽ കുർസി എപ്പോ ഓതിയാലും കൂലിയാണ്, എപ്പോ ഓതിയാലും കാവലാണ്, എപ്പോ ഓതിയാലും നേട്ടമാണ്. ഒരാൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നുറങ്ങി, എന്നാൽ ആയത്തുൽ കുർസി ഓതി ആ ഉറങ്ങിയ ആൾ ആ ഉറക്കത്തിൽ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിടക്കയിൽ കിടന്ന് മരിച്ചാക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുക. എന്തേ കാരണം? ആയത്തുൽ കുർസി ഓതിയതുകൊണ്ടാ. ഒരാള് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ട് യാത്ര ചെയ്തു, ആ വാഹനത്തിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റുകയില്ല. ഇനി അള്ളാഹിന്റെ ഖദർ ഖലാഹിൽ എന്തെങ്കിലും ഒരു അപകടം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ അപകടത്തിൽ അയാൾക്ക് മരണം സംഭവിച്ചാൽ അയാൾക്കും ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് അപകടം ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ കാവലുണ്ടാവും. 70,000 മലക്കുകൾ ആ മനുഷ്യന് കാവലുണ്ടാവും. ഇങ്ങനെയൊക്കെ നേട്ടം ആയത്തുൽ കുർസിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആയത്തുൽ കുർസി സ്വർഗത്തിൽ കടക്കാൻ പറ്റുമോ? ആയത്തുൽ കുർസി ഓതുന്ന ആളുകൾക്ക് പറ്റും. നബി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ എല്ലാ നിസ്കാരശേഷം അവന്റെ ഫർളായ നിസ്കാരങ്ങൾക്ക് ശേഷം അവളുടെ ഫർളായ നിസ്കാരങ്ങൾക്ക് ശേഷം അതേ പായിൽ ഇരുന്നു കൊണ്ട് ആയത്തുൽ കുർസി അങ്ങോട്ട് ഓതി, നിസ്കാരശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതിയത്തിൻ വഅതൂബു ഇലൈഹി
اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وأدخلنا برحمتك دار السلام تباركت ربنا وتعاليت يا ذا الجلال والإكرام اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. ഇതൊക്കെ ഇങ്ങനെ ചൊല്ലിയതിനു ശേഷം, ഇതൊക്കെ നമ്മൾ നിസ്കാര ശേഷം ചൊല്ലുന്ന ദിക്റുകളല്ലേ, ചൊല്ലിയ ശേഷം അഊദു ബിസ്മി ഓതിയിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ആയത്തുൽ കുർസി ഇങ്ങനെ പാരായണം ചെയ്തു. ഇങ്ങനെ ഒരു തവണ ആയത്തുൽ കുർസി ഓതി ഇയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, എല്ലാ നിസ്കാര ശേഷം കേട്ടോ, ളുഹറിനും അസറിനും മഗ്രിബിനും ഇശാഇനും ഒക്കെ ശേഷം ആയത്തുൽ കുർസി ഇങ്ങനെ മുടങ്ങാതെ ഓതുന്ന ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ഡയറക്റ്റ് സ്വർഗത്തിലായിരിക്കും. അത് നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മൂപ്പര് മരണപ്പെടുക എന്നത് മാത്രമായിരിക്കും അയാളുടെ സ്വർഗത്തിന്റെ ഇടയിലുള്ള മറ. എന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള മറ ഞാനൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന്. മരണപ്പെട്ട ഡയറക്റ്റ് സ്വർഗത്തിലാണ് എന്ന്. അപ്പോൾ സ്വർഗം ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ പറ്റിയ ഒരു വിഭാഗമാണ് ഒന്നാമത്തേതാര്, നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതുന്ന ആളുകൾ. ഇന്നു മുതൽ പതിവാക്കിക്കൂടെ? ഓതാത്ത ആളുകൾ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട് നമ്മുടെ അമല് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന്? ഇത്തരത്തിൽ നബിതങ്ങൾ പഠിപ്പിച്ച തന്ന അമല് കൊണ്ടല്ലേ സ്വർഗത്തിൽ കിടക്കാൻ പറ്റുള്ളൂ. അള്ളാഹു ഞങ്ങൾ നീ അതിൽ തൗഫീക്ക് നൽകണേ അള്ളാഹ്, ഞങ്ങൾക്ക് നീ ആവത് നൽകണേ അള്ളാഹ്. രണ്ടാമത്തെ സംഗതി എന്താ? ഇനി രണ്ടാമത്തെ സംഗതി വളരെ എളുപ്പമാണ്. മഹാനായ ബിലാൽ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത മഹാ ഒരു ഭാഗ്യമുണ്ട്. ബിലാൽ തങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ തങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം സ്വർഗത്തിൽ കേൾക്കുന്നുണ്ട്. അപ്പോ സ്വഹാബത്തിനൊരു അതിശയം, നമ്മുടെ കൂടെ ഇരിക്കുന്ന ബിലാൽ തങ്ങളോ, ആ കറുത്ത ചുരുണ്ട മുടിയുള്ള നീഗ്രോ വംശജനായ ഹബിഷ്യക്കാരനായ ആ ബിലാലിന് സ്വർഗത്തിൽ അള്ളാഹു ഇത്ര സ്ഥാനം കൊടുത്തിട്ടുണ്ടോ എന്നോ? സ്വർഗത്തിൽ നബി തങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ട്, ബിലാൽ തങ്ങൾ നടന്നു പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലാണ് എന്നല്ല ഉറപ്പ് പറയല്ലേ. അപ്പൊ എന്താണ് അതിനുള്ള ഭാഗ്യം കിട്ടിയത് എന്നറിയാൻ സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ ബിലാൽ തങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം ചോദിച്ചു. ബിലാൽ തങ്ങളെ താമസിച്ചൊന്ന് നിരീക്ഷിച്ച് എന്താ ചെയ്യുന്നതെന്ന് അറിയണോ? നോക്കിയപ്പോൾ ബിലാൽ തങ്ങൾ കൂടുതലായിട്ടൊന്നും ചെയ്യണത് കാണുന്നില്ല. പ്രത്യേകിച്ച് അമലുകൾ, കൂടുതൽ നിസ്കാരമോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതോ അതൊന്നും കാണുന്നില്ല. അങ്ങനെ ബിലാൽ തങ്ങൾ ചോദിച്ചു എന്തേ കാരണം? മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി ഇൻഷാ അല്ലാഹ്. എനിക്കെപ്പോൾ വുളൂ മുറിഞ്ഞാലും ഞാൻ വുളൂ ചെയ്യും. എനിക്കെപ്പോൾ വുളൂ മുറിഞ്ഞാലും ഞാൻ സ്പോട്ടിൽ വുളൂ ചെയ്യും. വുളൂ ചെയ്ത ഉടനെ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. 2 കാര്യം. ഒന്ന്, എനിക്ക് എപ്പോൾ വുളൂ മുറിഞ്ഞാലും ഞാൻ പെട്ടെന്ന് പോയി എന്ത് ചെയ്യും? വുളൂ ചെയ്യും. അതായത് ഞാൻ എപ്പോഴും നിത്യമായി ദാഇമുൽ വുളൂ ആയിരിക്കും. എനിക്കെപ്പോഴും വുളൂ ഉണ്ടാവും. ഞാൻ ഈ വുളൂ ചെയ്ത ഉടനെ എന്ത് ചെയ്യും? ആ വുളൂഇന് ശേഷം 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കും. ഈ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമായിട്ടായിരിക്കും അള്ളാഹു എനിക്ക് നൽകിയത് എന്ന്. നോക്കുക, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു സംഗതി 2 റക്അത്ത് സുന്നത്തിന് സ്വർഗം കിട്ടാം, ഇല്ലേ? നബി തങ്ങൾ ഉറപ്പ് പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന്. രണ്ടാമത്തെ സംഗതിയാണ്. ഇതുപോലെ ഒരുപാട് സംഗതി പറഞ്ഞിട്ടുണ്ട്, ഞാൻ 3 പറയുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. ഒന്ന്, എല്ലാ നിസ്കാര ശേഷവും ഫർദ് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി മുടങ്ങാതിരിക്കാം. രണ്ടാമത്തത്, വുളൂ ചെയ്ത ഉടനെയുള്ള 2 റക്അത്ത് സുന്നത്ത് ജീവിതത്തിൽ ഒഴിവാക്കാതിരിക്കുക. എപ്പോഴും എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴാണല്ലോ വുളൂ എടുത്ത് വരിക, അല്ലേ? നിസ്കരിക്കാൻ വരുന്ന സമയത്ത് വുളൂ എടുത്ത് കയറി വന്ന് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ളുഹർ നിസ്കരിക്കാൻ പോവാണ്. അപ്പോൾ ളുഹറിന് മുമ്പ് എന്ത് ചെയ്യുക? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ. 4 റക്അത്ത് സുന്നത്ത് എന്തുണ്ട്? ളുഹറിന് മുമ്പുണ്ട്. 2 റക്അത്ത് മുഅക്കദായ സുന്നത്തുണ്ട്. അപ്പോൾ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ എന്താണ്? നമ്മൾ ചെയ്യുമല്ലോ, നിസ്കരിക്കുന്നവരാണല്ലോ. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് എന്ത് നിയ്യത്ത് വെക്കുക? 2 നിയ്യത്ത് വെക്കണം. ഒന്ന്, ളുഹറിന്റെ മുമ്പുള്ള സുന്നത്തിന്റെ നിയ്യത്ത്, അതുപോലെ തന്നെ വുളൂഇന് ശേഷമുള്ള സുന്നത്തിന്റെ നിയ്യത്ത്. വുളൂ എടുത്ത ഉടനെ എന്ത് ചെയ്യുക? നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വുളൂ എടുത്ത് വന്നു, നിസ്കാരപ്പായയിൽ നിന്നു. ഇനി പള്ളിയിലേക്ക് വരുന്ന ഉപ്പമാരാണ്, സഹോദരന്മാരാണെങ്കിൽ അവർക്ക് 3 കൂലി കിട്ടും. 3 ഒന്നെന്താ? ഒന്ന്, അവർ പള്ളിയിലേക്ക് നടന്നു വന്നു എന്ത് ചെയ്യുക? തഹിയ്യത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ട്, പള്ളിയിലേക്ക് കയറി അവിടെ നിസ്കരിക്കേണ്ടത്. അപ്പൊ തഹിയ്യത്തിന്റെ സുന്നത്തിനെ കരുതാം, അതുപോലെ ആ വക്കത്തിന്റെ മുമ്പുള്ള സുന്നത്തിനെ കരുതാം, അതുപോലെ എന്ത് കരുതാം? വുളൂഇന് ശേഷമുള്ള സുന്നത്തും കരുതാം. ഒരുപാട് സമയം കഴിഞ്ഞിട്ടല്ല കേട്ടോ, വുളൂ എടുത്ത് ഉടനെ വേണം. വുളൂ എടുത്ത് കുറഞ്ഞ സമയമായിട്ടുള്ള എന്നാൽ എന്ത് ചെയ്യാം? ആ സുന്നത്ത് നിസ്കരിക്കുക. കുറേ സമയം കഴിഞ്ഞിട്ട് നിസ്കരിക്കുക, അതല്ല, വുളൂ എടുത്ത് ഉടനെ നിസ്കരിക്കുക. അപ്പൊ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത്, മുസല്ലയിലേക്ക് വന്ന ഉടനെ എന്ത് ചെയ്യുക? അവര് നിസ്കാര കുപ്പായം വിട്ട ഉടനെ വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്ത്, അതുപോലെ തന്നെ അപ്പൊ ലുഹറാണെങ്കിൽ ലുഹർ, അസറാണെങ്കിൽ അസർ, അതിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് കരുതിക്കൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 നിസ്കാരത്തിന്റെ കൂലി കിട്ടും. ഈ നേട്ടവും കിട്ടും. എളുപ്പ പരിപാടിയല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വുളൂഇന് ശേഷമുള്ള നിസ്കാരം അത് ഒഴിവാക്കാതിരിക്കാം, നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗ്ഗമാണ്. ഇത് 2 നമ്മൾ ചെയ്യേണ്ട സംഗതികളാണല്ലോ, പ്രവർത്തിക്കേണ്ടതാണ്. മൂന്നാമത്തെ ഒരു സംഗതിയുണ്ട്, പ്രവർത്തിക്കേണ്ട, ചെയ്യണ്ട, എന്ത് കിട്ടും? സ്വർഗം കിട്ടും. അതിനുള്ളൊരു തെളിവ് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സ്, അവിടുന്ന് സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ
നബി തങ്ങൾ പറഞ്ഞു, അവൻ്റെ ആ കവാടം കണ്ടില്ലേ, ആ വാതിലിലൂടെ ആദ്യമായി കയറി വരുന്ന ആൾ സ്വർഗാവകാശിയാണ് എന്ന് മുത്തു നബി തങ്ങൾ പറയാ. മദീനയുടെ മസ്ജിദ് നബവിയുടെ കവാടം. സ്വഹാബത്ത് നോക്കിയപ്പോ ഒരു സാധുവായ മനുഷ്യൻ വരുന്നുണ്ട്. ആരാത്? മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കടന്നു വരുന്നുണ്ട്. പിറ്റേ ദിവസം നബി തങ്ങൾ ഇതുപോലെ തന്നെ പറഞ്ഞു, എന്ത്, ആ വാതിലൂടെ ഇപ്പൊ കടന്നു വരുന്ന ആള് സ്വർഗാവകാശിയാണ്. അപ്പോഴും സ്വഹാബത്ത് നോക്കി, ആരാണ് ഇന്ന് വരുന്ന ആള്? നോക്കി, അതും സഅദ് റളിയല്ലാഹു അൻഹു, അതും സഅദ് ബിൻ അബി വഖാസ് അങ്ങളാ. മൂന്നാമത്തെ ദിവസം നബി തങ്ങൾ ഇത് പറഞ്ഞു, കയറി വന്നത് ആരായിരുന്നു? സഅദ് റളിയല്ലാഹു അൻഹു. അപ്പൊ സ്വഹാബത്തിന് അറിയണമല്ലോ എന്താണ് സഅദ് റളിയല്ലാഹു അൻഹു കൂടുതലായി ചെയ്യുന്നതെന്ന്. അങ്ങനെ സ്വഹാബത്ത് നിരീക്ഷിച്ചു. സ്വഹാബത്തിന് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. സ്വഹാബത്തിന് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തേ കാരണമെന്ന്. മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരാളെ പറ്റിയും ഒരു മോശമായ ചിന്ത എൻ്റെ കൽബിലില്ല എന്ന്. ഒരാളെ പറ്റിയും ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ ഒരു പകയോ ഒരു പോരോ ഒരു കുശുമ്പോ അസൂയോ ഒന്നും എൻ്റെ കൽബിലില്ല. അതായത് എൻ്റെ കൽബ് ഫ്രീ ആണ്. അതുകൊണ്ടാണ് എനിക്ക് അള്ളാഹു ആ ഭാഗ്യം നൽകിയതെന്ന്. നോക്കുങ്ങൾ, ഒന്നും ചെയ്യണ്ട. നമുക്ക് ആരെക്കുറിച്ച് ഒന്നും നമ്മുടെ കൽബിൽ കരുതാതിരുന്നാൽ മതി. ആരെക്കുറിച്ച് ഒരു മോശമായ ചിന്ത കൽബിൽ കരുതാതിരുന്നാൽ മതി. സ്വർഗം ഉറപ്പാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ എന്താ ചെയ്യാൻ കഴിയുക? ഒരാളെ പറ്റി മോശം ചിന്തിക്കാതിരിക്കാം. ഇൻഷാ അല്ലാഹ് ഞാനൊരു 3 കാര്യം പറഞ്ഞു തന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളൊരു 3 സംഗതി ആയതുകൊണ്ടാണ്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. സ്വർഗം വെറുതെ കിട്ടുന്ന സംഗതിയല്ല. സ്വർഗം വിലയില്ലാത്തതല്ല. ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്ത്? മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര വിലയുള്ള സാധനമാണ് സ്വർഗം. അത് വാങ്ങണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അമലുകൾ വേണം. എന്നാൽ ചെറിയ ചെറിയ അമൽ കൊണ്ടും നിങ്ങൾക്കത് കരസ്ഥമാക്കാൻ പറ്റും. അള്ളാഹു ഓഫർ നൽകിയിട്ടുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചെന്ന ചില നിസ്സാരമായ സംഗതികളാണ് ഞാൻ പറഞ്ഞു വന്നത്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. എല്ലാ നിസ്കാര ശേഷവും ആയത്തിൽ കുറിച്ച് മുടങ്ങാതിരിക്കുക. അതുപോലെ തന്നെ വുളു എടുത്ത ഉടനെ 2 റക്അത്ത് സുന്നത്ത് അത് നിർബന്ധമായി നമ്മൾ നിസ്കരിച്ച് ശീലിക്കുക. അതുപോലെ ഒരാളെ പറ്റി കൽബിൽ ഒരു മോശത്തരവും ഇല്ലാതിരിക്കുക. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഇപ്രകാരം പ്രാവർത്തികമാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിലേക്ക് കണ്ടുമുട്ടാം. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും.